എന്ത്? ഒരു സാധനം കിട്ടി. എന്ത്? ടൈം മെഷീൻ. ഓ ശരി. എടാ സീരിയസ് ആയിട്ട് കാണിച്ചേ. ക്ലോക്കിനാണോ ടൈം മെഷീൻ എന്ന് പറയുന്നത്? അല്ലടാ ഹോപ്പ, ഇത് ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും? പക്ഷെ ഞാൻ പോയി കുളമാക്കി മൊത്തം. അല്ല നീ ഏത് ടൈമിലോട്ടാ പോയെ? കോളേജ് 4th ഇയറിലോട്ട്. അവിടെ എന്തോ ഇരിക്കുന്നു? അതൊരു ബ്രേക്കപ്പ് തടയാനായിട്ട് പോയി. എടാ മണ്ടക്കൊണാപ്പി, നീ ആ പെണ്ണിന്റെ പുറകെ പിന്നെ പോയി കഴിഞ്ഞാൽ മൂഞ്ചി ചീത്ത കളിക്കാൻ വരട്ടെ. വർക്കായില്ല, മൊത്തം മൂഞ്ചി. എന്താ പറ്റി? അതായത് 4th ഇയറിൽ വെച്ച് ഞാൻ അവളുടെ ബർത്ത്ഡേ മറന്നു പോയിട്ടാണല്ലോ ബ്രേക്കപ്പ് ആവുന്നത്. ഞാൻ ഇവളുടെ ഈ ബർത്ത്ഡേയുടെ തലേന്ന് എൻ്റെ റൂമിൽ ചെന്നു. എന്നിട്ട് അപ്പോൾ അവിടെ പഴയ അന്നത്തെ ഞാനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു നാളെ കേക്ക് വാങ്ങിക്കണം. അത്രയും മാത്രമോ? കേക്ക് വാങ്ങിക്കണം എന്ന് മാത്രം പറഞ്ഞു? എനിക്ക് പണ്ട് ഭയങ്കര ബുദ്ധിയില്ലായിരുന്നു. അത്രയും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ച്. എന്നിട്ട് മനസ്സിലായോ? ഇല്ല. അവൻ രണ്ടാമത് അവനെയും കൂടെ കണ്ടിട്ട് പേടിച്ചു പോയി. അല്ലടാ പറഞ്ഞ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പിന്നെ ഉണ്ടായതൊരു ചെയിൻ റിയാക്ഷൻ ആയിരുന്നു. അതായത് അവൻ ഹലൂസിനേറ്റ് ചെയ്താന്ന് വിചാരിച്ചു അവൻ തെറാപ്പിസ്റ്റിനെ കാണാൻ പോയി. ഈ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അവൻ സംസാരിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ തെറാപ്പിസ്റ്റിൻ്റെ വെയിറ്റിംഗ് ഏരിയയിൽ അടുത്ത പേഷ്യൻറ്റ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അങ്ങേര് വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് അവസാനം കഴിച്ച് വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി പ്രാന്തായി ആരെയൊക്കെയോ പോയി തല്ലിക്കൊന്നു. അങ്ങേര് വലിയ സീരിയൽ കില്ലറായി. അങ്ങേരെ ഇപ്പോഴും, അതായത് ഈ പ്രസൻറ്റിലും പോലീസിന് കിട്ടിയിട്ടില്ല. എന്തോ? അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു തവണയും കൂടെ ട്രാവൽ ചെയ്തു പാസിലോട്ട്. ഈ കില്ലറിനെ തടയാൻ വേണ്ടിയിട്ട്? അല്ലല്ല, പിന്നെ ഈ ആദ്യം കേക്കിൻ്റെ കാര്യം പറയാൻ പോയ എന്നെ തന്നെ തടയാൻ വേണ്ടിയിട്ട്. അല്ല, അത് കാരണമാണല്ലോ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഒന്നുകൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരു പ്രശ്നം. എന്ത്? അതായത് ഞാനിവിടെ ചെന്നപ്പോൾ ആ റൂമിൽ ഇപ്പം 3 ഞാൻ. നേരത്തെ അവൻ ജസ്റ്റ് പേടിച്ചേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം അവൻ റൂമിൽ നിന്ന് അലച്ചോണ്ട് ഇറങ്ങി ഓടി. നിനക്ക് പണ്ടും വലിയ ബുദ്ധിയില്ലായിരുന്നല്ലേ? ഓടി അങ്ങനെ സെയിം തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇതേപോലൊക്കെ തന്നെ ഉണ്ടായി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോവാ. എന്തിന്? ആ പോയ 2 പേരെ തടയാൻ. പോയിട്ടോ. പറയുന്ന കാക്ക കണ്ടറിയും കൊക്ക്. 4ാമത്തെ ആളെ അവിടെ കണ്ടു അവൻ്റെ ബോധം പോയി. ഓക്കെ, ഇനി ബുദ്ധിപൂർവ്വം ആലോചിച്ചും കണ്ടുമൊക്കെ തീരുമാനം എടുക്കണം. അതെ, അതുകൊണ്ട് ഇപ്രാവശ്യം നീ ആലോചിച്ചിട്ട് എന്തെങ്കിലും പറ. നീ ഇപ്പം പോയ ഡേറ്റ് ഇല്ലേ? അതിന് ഒരു ദിവസം മുമ്പിലത്തെ ഡേറ്റിലേക്ക് പോയാലോ? അന്ന് ഫ്രഷ് അല്ലേ? ഈ നേരത്തെ പോയ ഫുഡാണ് അവിടെ എത്തിയിട്ടില്ലല്ലോ. അല്ല, പക്ഷെ 2 ദിവസം മുമ്പേ പറഞ്ഞ ഞാൻ ഓർത്തിരിക്കുമോ? അത് നീ പറഞ്ഞിട്ടേ തലയ്ക്ക് ഒരെണ്ണം കൊടുത്താൽ മതി. മുഴ വരുമ്പോഴത്തേക്ക് ഓർത്തിരുന്നോളൂ. നോക്കട്ടെ. അവനോടില്ല. എന്തായാലും ഞാനൊരു പേപ്പറിൽ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അല്ല, നാളെ നിന്നെപ്പോലെ ഇരിക്കുന്ന 2 വട്ടന്മാർ റൂമിൽ വരും, കാര്യമാക്കണ്ടെന്ന്. എടാ പുല്ല, എന്നാ പിന്നെ മറ്റേന്നാ ബർത്ത്ഡേ ആണെന്നും കൂടെ എഴുതി വെച്ചുകൂടായിരുന്നോ? അല്ല, നിനക്ക് ഈ മെഷീൻ എവിടെ നിന്ന് കിട്ടിയത്? അതല്ലേ എടാ, ഇത് ഫ്യൂച്ചറിലെ ഞാൻ കണ്ടുപിടിച്ച. മനസ്സിലായില്ല. ഫ്യൂച്ചറിലെ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. പുള്ളി അന്ന് അത് കണ്ടുപിടിച്ചിട്ട് പാസ്റ്റിലോട്ട് ട്രാവൽ ചെയ്ത് ഇന്ന് രാവിലെ എനിക്ക് കൊണ്ടു തന്നു. ഫ്യൂച്ചറിൽ നിന്ന്? എടാ എന്നാ പിന്നെ പൊട്ടന് ഞാൻ തന്നെ. സോറി, നിനക്ക് ഫ്യൂച്ചറിൽ നിന്ന് നേരിട്ട് ആ ടൈം ലൈനിലോട്ട് പോയാൽ പോരായിരുന്നു. ഇവിടെ വന്നുണ്ടാക്കേണ്ട കാര്യം എന്തോ? ഫ്യൂച്ചറിൽ നിനക്ക് വലിയ ബുദ്ധിയില്ല കേട്ടോ. അല്ലെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഒരു തവണയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള ഫ്യൂലേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് വരണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഒരു വഴിയുണ്ട്. എന്തോ? എന്നെ ഈ ബർത്ത്ഡേയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നതിലും ഭേദം അവളുടെ ബർത്ത്ഡേ മറക്കിപ്പിക്കുന്നതാണ്. മറക്കിപ്പിക്കുന്ന അങ്ങനൊക്കെ വേർഡുണ്ടോ? അറിയത്തില്ല, അർത്ഥം മനസ്സിലായല്ലോ. അല്ല മനസ്സിലായി. അല്ല അതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഐഡിയ ഉണ്ട്. അവളും അവളുടെ ഹോസ്റ്റലിലെ ഒറ്റ ഒരെണ്ണവും ഈ ബർത്ത്ഡേ ഓർക്കത്തില്ല. ഓക്കെ ഓക്കെ ഇപ്പോൾ കിട്ടിയ വാർത്ത. 3 വർഷം മുമ്പ് അർദ്ധരാത്രി ലേഡീസ് ഹോസ്റ്റലിലെ സെപ്റ്റിക് ടാങ്കിൽ ബോംബ് വെച്ച് പൊട്ടിച്ച പ്രതി അവിലോസ് കുമാറിന്റെ വിധി വന്നു. 10 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്.